കാട്ടിക്കുളം ബാവലിയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാർ ബാവലി ആനപ്പാറയിൽ വെച്ചാണ് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ബാവലിയിൽ ഞായറാഴ്ച രാവിലെ 11:30യോടെയാണ് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്ന് എക്സൈസ് സംഘം 30 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്ത് തോണിക്കടവ് ചേകാടി വഴി ആനപ്പാറ എന്ന സ്ഥലത്ത് കാർ ഉപേക്ഷിച്ച് പ്രതികൾ കാട് വഴി ഓടി രക്ഷപ്പെട്ടു. വയനാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് നാർക്കോട്ടിക് CI ജിമ്മി ജോസഫ്, എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം SI MK സുനിൽകുമാർ എന്നിവരുടെ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. KL 72A 6763 സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഞ്ചാവുമായി ബന്ധപ്പെട്ട ബൈരക്കുപ്പ ആനമാളം സ്വദേശിയെ തിരിച്ചറിഞ്ഞതായും സൂചനയുണ്ട്. മുൻപ് കഞ്ചാവ് കടത്തുമായി ഒരു കേസും ഇയാൾക്ക് നിലവിലുണ്ട്. ബാവലി അതിർത്തിയിൽ വാഹനങ്ങൾ പരിശോധനയ്ക്കുന്നതിനിടെ അതിവേഗം നിർത്താതെ പോവുകയായിരുന്നു സ്വിഫ്റ്റ് കാർ. കസ്റ്റഡിയിലെടുത്ത വാഹനം ബൈരക്കുപ്പ സ്വദേശിയുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാവലി എക്സൈസ് പോസ്റ്റിൽ കൈ കാണിച്ച് വാഹനം നിർത്താതെ പോയതായിട്ട് വയനാട് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് സംയുക്തമായിട്ട് കാട്ടിക്കുളം ഭാഗത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തുകയും ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ പരിശോധന നടത്തി വരുമ്പോൾ ബാവലി ചേകാടിക്ക് പോകുന്ന റോഡ് സൈഡിൽ മേൽ നമ്പറിലുള്ള KL 72A 6763 നമ്പറിലുള്ള വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായിരുന്നു. പരിശോധിച്ചപ്പോൾ ആ സമയത്ത് വാഹനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വാഹനത്തിനകത്ത് ഏതാണ്ട് 14 പാക്കറ്റിലായിട്ട് 30 കിലോയോളം കഞ്ചാവ് സീറ്റിലും ഡിക്കിലുമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. കൂടാതെ അതിനകത്ത് നിന്ന് വാഹനത്തിൻ്റെതായ രേഖകളും ഒരു മൊബൈൽ ഫോണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് പ്രതിയിലേക്ക് തത്സമയത്ത് ആരെയും പ്രൊസസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പ്രതികളിലേക്ക് വ്യക്തമായ സൂചന കിട്ടുന്ന ഏതാനും തെളിവുകളെ നമുക്ക് വാഹനത്തിൽ ലഭ്യമായിട്ടുണ്ട്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. വേലി തിന്നുന്ന വിളവ്. കാപ്പി മോഷണം അധികാരികളുടെ അറിവോടെയെന്ന ആക്ഷേപം പ്രതിഷേധം ശക്തമാകുന്നു. വയനാട് മെഡിക്കൽ കോളേജ് ഭൂമിയിൽ നിന്നും കാപ്പി വീണ്ടും മോഷണം പോയ സംഭവം വലിയ ചർച്ചയായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷമുണ്ടായ കാപ്പി മോഷണം അധികൃതരെ നോക്കുകുത്തിയാക്കി ഈ വർഷവും നിർബാധം തുടരുകയാണ്. ഇതു സംബന്ധിച്ച വാർത്ത വയനാട് വിഷൻ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു. വയനാട് വിഷൻ കൽപ്പറ്റ റിപ്പോർട്ടർ അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്ക് നയിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും മെഡിക്കൽ കോളേജ് ഭൂമിയിൽ കാപ്പി മോഷണം പോയ സംഭവം വയനാട് വിഷനായിരുന്നു ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഈ വർഷവും ഈ ഭൂമിയിൽ നിന്ന് കാപ്പി മോഷണം പോയെന്ന വിവരം നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ഭൂമിയിലെത്തിയത്. ഇത്തവണയും മെഡിക്കൽ കോളേജിന്റെ ഭൂമിയിൽ കാപ്പി മോഷണം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്വം വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഒരു വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ മെഡിക്കൽ കോളേജിനോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വീഴ്ച തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത്. നിലവിൽ മെഡിക്കൽ കോളേജ് ഭൂമിയിൽ യാതൊരുവിധ പണികളും നടക്കുന്നില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ അതേ സംഭവം തന്നെ ജാഗ്രത കാണിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതിന്റെ ഫലമായിട്ട് തന്നെയാണ് ലക്ഷങ്ങൾ വില വരുന്ന കാപ്പി ഇത്തവണയും മോഷണം പോയത്. ഈ മാസം 16-നാണ് ലേലത്തിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏകദേശം 1.25 ലക്ഷത്തോളം രൂപയാണ് കോഫി ബോർഡ് ഇതിന് വില ഇട്ടിരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള വീഴ്ച കുറവ് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ നടന്നു വരുന്നു. നാളെ മുതൽ വലിയ തോതിലുള്ള സമര പരിപാടികൾക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ് ഭൂമിയിൽ വീണ്ടും കാപ്പി മോഷണം പോയ സംഭവം വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വകുപ്പുകളുടെയും സർക്കാരിന്റെയും പിടിപ്പുകേടിനെതിരെയും പ്രക്ഷോഭം ശക്തമാവുകയാണ്. മെഡിക്കൽ കോളേജ് ഭൂമിയിൽ നിന്നും കാപ്പി മോഷണം പോയ സംഭവം സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പിടിപ്പുകേടിന്റെ തെളിവാണെന്നും വയനാട് മെഡിക്കൽ കോളേജിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥ മാഫിയ സംഘത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. വയനാട് മെഡിക്കൽ കോളേജ് എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമായി ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വയനാട് മെഡിക്കൽ കോളേജ്. വയനാട് മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള അഴിമതി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളും അതുപോലെ തന്നെ
കാർഷിക വിളകളും അവിടെ നിന്ന് മോഷണം പോയി. യാതൊരു വിധ നടപടിയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മാത്രവുമല്ല, BJP അടക്കമുള്ള പാർട്ടികൾ SP-ക്കും വിജിലൻസ് CIക്കും കൊടുത്ത പരാതിയുടെ മൊഴി യാതൊരു നടപടിയെടുക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ സമയത്ത് വീണ്ടും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഈ മോഷണത്തിലൂടെ നടന്നിരിക്കുന്നതെന്ന് വയനാട് വിഷനടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സത്യാവസ്ഥ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരുവിധ നടപടി സ്വീകരിക്കാനും ഭരണകൂടം തയ്യാറായിട്ടില്ല. കൊടുത്തിട്ടുള്ള പരാതിയുടെ മുകളിൽ ചെറുവിരലനക്കാൻ വേണ്ടി വിജിലൻസിനോ അല്ലെങ്കിൽ SP അടക്കമുള്ള ആൾക്ക് സാധിച്ചിട്ടില്ല. ഇത് വലിയ സംശയത്തിന് ജനങ്ങളിൽ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിയമവ്യവസ്ഥയും ഭരണകൂടവും ഒരു വലിയ മാഫിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് വയനാട്ടിലെ ജനങ്ങൾ ആശങ്കാകുലരാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഉന്നതാധികാര സമിതിയെ സംസ്ഥാന ഗവൺമെൻറ് ചുമതലപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയകൾക്ക് പിന്തുണ കൊടുക്കുന്ന ഭരണ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ആരായാലും അവരെ അടക്കമുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് BJP നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർമോഷണം ഉദ്യോഗസ്ഥ അറിവോടെയെന്ന് ലീഗ് ജില്ലാ സെക്രട്ടറി യഹിയ ഖാൻ തലയ്ക്കൽ. തുടർച്ചയായ മോഷണ പരമ്പര കണ്ട് നോക്കുകുത്തിയായി നിൽക്കുകയാണ് സർക്കാരും ജില്ലാ ഭരണകൂടവുമെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭം മുസ്ലിം ലീഗ് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വികസന സ്വപ്നമായിരുന്നു വയനാട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒട്ടേറെ സമര പരിപാടികൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. UDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഒരു ചെറിയ അലംഭാവം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ അലംഭാവത്തിനെതിരെ അതിശക്തമായ സമരം നടത്തുകയും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് മുസ്ലിം ലീഗും യൂത്ത് ലീഗും നേതൃപരമായ പങ്ക് വഹിച്ചത് വയനാടിന്റെ ചരിത്രമാണ്. അനന്തപുരിയിൽ പോയി സമരം നടത്തിയൊരു സംഘടനയാണ്. ഇപ്പോ നമുക്ക് മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം വയനാട്ടുകാരന് ഒരിക്കലും സാധ്യമാകാത്ത രീതിയിലുള്ള നീക്കമായിട്ടാണ് LDF ഗവൺമെന്റ് പോകുന്നത്. ഈ ഗവൺമെന്റ് ജനങ്ങളോട് മെഡിക്കൽ കോളേജ് സാധ്യമാക്കും എന്ന് പറയുകയും എന്നാൽ മെഡിക്കൽ കോളേജ് സാധ്യമാകാതിരിക്കാനുള്ള എല്ലാ ചൊട്ടുവിദ്യയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. രണ്ട് കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ LDFന് താല്പര്യമുള്ള ചില കേന്ദ്രങ്ങളിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുമുള്ള നീക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഭൂമിയിലെ കാപ്പി മോഷണ പരമ്പര ഗൂഢസംഘത്തിന്റെ പിന്തുണയോടെയെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. കോളേജ് ഭൂമിയിലെ മരം, മണ്ണ്, കല്ല് മുഴുവൻ വിറ്റ് പണം സമ്പാദിച്ച മാഫിയ കൂട്ടുകെട്ട് തന്നെയാണ് തുടർ മോഷണ പരമ്പരയ്ക്കും കൂട്ടുനിൽക്കുന്നതെന്നും KK അബ്രഹാം പറഞ്ഞു. അല്ല, ഞങ്ങൾ ഇതിനകത്ത് മൗനത്തിന്റെ പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ വർഷം ഈ വിഷയം അതിരൂക്ഷമായി വന്നപ്പോൾ ഞങ്ങൾ അതിശക്തമായ ഒരു സമരപരിപാടി അവിടെ നടത്തുകയും ഞങ്ങൾ അങ്ങോട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയുണ്ടായി. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിന്റെ ഭൂമിയിൽ ആ ഭൂമിയിൽ നടക്കുന്ന അവിടെയുള്ള മണ്ണ് കൊള്ള, അതുപോലെ കല്ല് കൊണ്ടുപോലെ മരം കൊള്ള, അവിടെയുള്ള ആദായങ്ങൾ കാപ്പിയും കുരുമുളകും അനധികൃതമായി കടത്തിക്കൊണ്ടുപോകല് അത് കഴിഞ്ഞ 3 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പര പോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ നിരന്തരമായി ഞങ്ങൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അങ്ങോട്ട് MI ഷാനവാസ് സെക്രട്ടറി ഞങ്ങൾ മാർച്ച് നടത്തി അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടി നടത്തി. പക്ഷേ ഒരാളും അതിനെതിരെ ഒരു നടപടി എടുക്കാനോ യാതൊരു സംവിധാനവും തയ്യാറല്ല. അവിടെ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എങ്ങനെയെങ്കിലും അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഭൂമിയിലെ കാപ്പിയുടെ കണക്കെടുത്ത് അടിയന്തരമായി കാപ്പി ലേലം ചെയ്യാൻ കോഫി ബോർഡിനെ ചുമതലപ്പെടുത്താനും കാപ്പി മോഷണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ പരിശോധിച്ച് കർശന നടപടിയെടുക്കാനും ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചതായി കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ വയനാട് വിഷനോട് പറഞ്ഞു. വയനാട് മെഡിക്കൽ കോളേജിന് വേണ്ടി എടുത്ത സ്ഥലത്ത് ഉള്ള കാപ്പി ലേലം ചെയ്യാനുള്ള നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. കാപ്പിയുടെ വില നിശ്ചയിച്ചു തരാൻ വേണ്ടി കോഫി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള വില 1,18,000 രൂപ മാത്രമാണ്. 50 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കാപ്പിയുള്ളൂ. പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആരും ഒന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടും കാപ്പി പരിപാലനം മറ്റു കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടും കാപ്പിയുടെ ഉത്പാദനം വളരെ കുറവാണ്. ഈ കോഫി ബോർഡ് കണക്കാക്കിയ വിലയ്ക്കനുസരിച്ച് അത് ലേലം ചെയ്യാനുള്ള നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഏതാനും 16-ാം തീയതി ലേലത്തിന് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുന്ന് കാപ്പി മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത്
ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നതാണ്. മറ്റു വാർത്തകളിലേക്ക്. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തവിഞ്ഞാൽ 44-ൽ പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗം മുൻ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മാനന്തവാടി ബ്ലോക്ക് പ്രസിഡന്റുമായ എക്കണ്ടി മൊയ്തൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ MG ബിജു അധ്യക്ഷനായിരുന്നു. കൺവീനർ K അമൃതരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോണി മറ്റത്തിലാനി, ജോസ് പാറയ്ക്കൽ, വാസുദേവൻ, സുനീർ തലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ചില ബാങ്കുകളിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജിതേഷിന്റെ ചില അമ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇതൊരു അന്വേഷണം? സത്യത്തിൽ ഈ കേസ് അന്വേഷണം നടന്നിട്ടില്ല. ഈ അനൂട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം 2-3 ദിവസം കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടായി എന്നതിനപ്പുറം പോലീസിന്റെ ഭാഗത്ത് നിന്ന് 42 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഇതിൽ ചോദ്യം ചെയ്യേണ്ട ഒരാളല്ല. അനൂട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് അനൂട്ടിക്ക് അവസ്ഥ ഉണ്ടായത് അതിനെക്കുറിച്ച് എങ്കിലും ചിന്തിക്കണ്ടേ? കാത്തിരിപ്പിന് വിരാമമാകുന്നു. ബത്തേരി താലൂക്ക് ആശുപത്രി പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ഫെബ്രുവരിയിൽ. 20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടമാണ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത്. ബത്തേരി ഫെയർലാൻഡിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കാണ് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ കെട്ടിടം ഉദ്ഘാടനമുണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയെ കൊണ്ട് ബ്ലോക്ക് ഉദ്ഘാടനം നടത്താനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുതിയ കെട്ടിടത്തിലേക്ക് പഴയ ബ്ലോക്കിലെ സാധന സാമഗ്രികൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഫെയർലാൻഡിലെ പഴയ ബ്ലോക്കിൽ നിന്നും 4 യൂണിറ്റുകൾ പുതിയ ബ്ലോക്കിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് സെന്റർ, ബ്ലഡ് ബാങ്ക്, എക്സ്റേ ലാബ്, റെസ്റ്റ് റൂം, വാർഡുകൾ, മോർച്ചറി എന്നിവയും പുതിയ ബ്ലോക്കിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. 4 വർഷം മുൻപ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും പലവിധ സാങ്കേതിക തടസ്സങ്ങളാൽ തുറന്നു പ്രവർത്തിക്കാനായിരുന്നില്ല. പുതിയ ബ്ലോക്ക് പ്രവർത്തന സജ്ജമാകുന്നതോടെ സാധാരണക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമാകും. മിക്കവാറും അടുത്ത മാസം തന്നെ ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ 1 ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിക്കഴിഞ്ഞു. ജനറൽ മെഡിസിൻ ഇവിടെയാണ്, ചെസ്റ്റ് ഇവിടെയാണ്, TB, ഡെൻ്റൽ, ENT ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് മാറിക്കഴിഞ്ഞു. നമ്മളുടെ അത്യാഹിത വിഭാഗത്തിലും ജനറൽ OPയിലും ലാബിലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2-3 ആഴ്ചക്കുള്ളിൽ അതും ഇങ്ങോട്ട് മാറും. പിന്നെ അതിനുശേഷം നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ചെറിയ മൈനർ വർക്കുകൾ വാർഡിലുണ്ട്. അത് അടുത്ത സ്റ്റേജിലേക്ക് മാറും. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തന്നെ മാറും. അടുത്ത നെക്സ്റ്റ് വീക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ മാറും. വയനാട് വിഷൻ, ബത്തേരി. തരുവണ കാഞ്ഞിരങ്ങാട് റോഡിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റാൻ കാലതാമസം നേരിട്ടത് ഉദ്യോഗസ്ഥരിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണെന്ന് കരാറുകാരൻ. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് പണിയിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവത്തിന് തെളിവാണ് ഇതെന്നും ആക്ഷേപമുണ്ട്. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് പണിയിൽ PWD ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്നതിന് വ്യാപക പരാതി ഉയരുമ്പോഴാണ് മരം ലേലത്തിനെടുത്ത കരാറുകാരൻ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണമുയർത്തിയിരിക്കുന്നത്. മരം മുറിച്ചുമാറ്റാനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ടെൻഡർ നടപടിക്കു ശേഷം ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ റോഡ് പണിയിൽ കാലതാമസം വരുത്തിയ PWD ഉന്നത ഉദ്യോഗസ്ഥനെ വകുപ്പ് നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പദ്ധതി വൈകിപ്പിച്ചതായും പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരണവും മാധ്യമങ്ങളിൽ റോഡ് സംബന്ധമായ വാർത്തകൾ നിറഞ്ഞതും ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ റോഡ് പണി വീണ്ടും പുനരാരംഭിച്ചത്. കൺഫർമേഷൻ പേപ്പർ ഇട്ട് 14 ദിവസമായിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് റോഡ് സൗകര്യമാക്കുക ചെയ്ത്. ഈ കോറി വെച്ചിട്ട് ഇതിനകത്തിന്റെ കുണ്ട് മണ്ണിട്ടിട്ട് ഞങ്ങൾ നിർത്തിയില്ല. അത് കോറി വെച്ചിട്ട് നിർത്തിയാൽ റോഡിന് ഉറപ്പുണ്ടാവും. അത് 1-2 ആൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ മണ്ണോണ്ട് കുഴി നിർത്താണ്ടില്ല. ഇനിയിപ്പോ KC ബോർഡ് ഓഫീസിൽ പോയിട്ട് 1 കുറ്റി മരം മുറിക്കാൻ 10 ദിവസം നടന്നിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ലൈൻ ഓഫ് ആയിരുന്നത്. ആകെ 15 ദിവസമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പേപ്പർ കിട്ടിയിട്ട്. എന്നിട്ട് എല്ലാം റോഡിന്റെ പണിയും മറ്റുള്ള എല്ലാം ഞങ്ങളെ വിലയിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. വയനാട് വിഷൻ, വെള്ളമുണ്ട. ഉൽപാദന ചെലവുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള നിർമ്മാണ വസ്തുക്കളുടെ വിലവർധന നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മേപ്പാടിയിൽ നടന്ന പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം മുതിർന്ന CITU നേതാവ് PA മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കല്ല്, മണൽ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേമനിധി ആനുകൂല്യ വിതരണം, മുതിർന്ന കരാറുകാരെ ആദരിക്കൽ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. KP രാജു, M ഷംസുദ്ദീൻ, PJ കുഞ്ഞപ്പൻ, K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
എസൻസ് ഗ്ലോബൽ വയനാട് യൂണിറ്റിന്റെ രണ്ടാമത് സെമിനാർ ഇഗ്നൈറ്റ് 19 കൽപ്പറ്റ SKMJ സ്കൂൾ ഗോൾഡൻ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. സ്വതന്ത്ര ചിന്താഗതിയും ശാസ്ത്രാവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എസൻസ് ഗ്ലോബൽ. കപടശാസ്ത്രങ്ങളുടെ പിന്നിലെ ശാസ്ത്രം, പീഡിപ്പിച്ചു കൊല്ലുന്ന മതങ്ങൾ, കയറുന്ന മല, കയറേണ്ട മല, ഇൻഫ്രാ കിഡ്, ഒരു കൊള്ളയടി കഥ എന്നീ വിഷയങ്ങളിൽ വിഷയാവതരണവും നടന്നു. എസൻസ് ജില്ലാ കോർഡിനേറ്റർ സുദേവൻ, CK ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് തീർച്ചയായിട്ടും പുറകോട്ട് പോകാൻ സാധിക്കില്ല. നമ്മളുടെ പ്രയാണം മുന്നോട്ട് തന്നെയാണ്. ലോകം മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മാത്രം ഈ മല കയറിയും മലയിലെ വരുമാനത്തിനെ കുറിച്ച് അഭിമാനിച്ചും, ശബരിമലയിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്ര കോടി ഇത്ര ലക്ഷം കിട്ടി, ഈ വർഷം ഇത്ര കോടി ഇത്ര ലക്ഷമായിട്ട് വർദ്ധിച്ചു, ആഹാ കൈയടിക്കട എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണോ എന്നൊരു ചോദ്യം. മലകളിലെയും അമ്പലങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും വരുമാനം വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൽ കൂടുതൽ ഇരുട്ട് പരക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമൂഹം കൂടുതൽ ഹോപ്പ്ലെസ് ആകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല. വയനാട് വന്യജീവി സങ്കേതത്തിൽ കുളങ്ങളും തോടുകളും ജലസമൃദ്ധം. വനത്തിൽ ജലസമൃദ്ധിയാക്കുന്നതിനും വന്യമൃഗങ്ങൾക്ക് തീറ്റ ലഭ്യമാക്കുന്നതിനുമായി 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് വനം വകുപ്പ് നടപ്പിലാക്കുന്നത്. ഇത് തീറ്റയും വെള്ളവും തേടി സങ്കേതത്തിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങൾക്ക് ഏറെ അനുഗ്രഹവുമാവുകയാണ്. വേനൽ കനക്കുന്ന സമയത്ത് വന്യമൃഗങ്ങൾക്ക് ഏറെ അനുഗ്രഹമായാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ ജലസ്രോതസ്സുകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. കുളങ്ങളും തോടുകളുമെല്ലാം ജലസമൃദ്ധമാണ്. 30 മണ്ണണകളും 45 ചെക്ക് ഡാമുകളും 235 സ്വാഭാവിക ജലസ്രോതസ്സുകളുമാണ് വന്യജീവി സങ്കേതത്തിലുള്ളത്. ഇതെല്ലാം കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ ഉണങ്ങിയ മുളകൾ ഉപയോഗിച്ച് താൽക്കാലിക ചെക്ക് ഡാമുകളും വന്യജീവി സങ്കേതത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഇവിടേക്ക് അയൽ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ നിന്നും തീറ്റയും വെള്ളവും തേടിയെത്തുന്ന ആനയടക്കമുള്ള വന്യമൃഗങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകുന്നുണ്ട് ഈ ജലസമൃദ്ധം. വയനാട് വിഷൻ, ബത്തേരി. തീർത്ഥാടന കേന്ദ്രമായ പട്ടാണിക്കുപ്പ് സെന്റ് മേരീസ് യാക്കോബായ സുനോറോ സിംഹാസന പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14-ന് 5 മണിക്ക് കൊടിയുയർത്തൽ, വചനപ്രഘോഷണം, 15-ന് പ്രദക്ഷിണം, 16-ന് വിശുദ്ധ മുന്നിന്മേൽ കുർബാന, പെരുന്നാൾ റാസ എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പട്ടാണിക്കുപ്പ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ഈ മാസം 14 മുതൽ 16-ാം തീയതി വരെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കൊടിയുയർത്തലും 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് എത്രയും ബഹുമാനപ്പെട്ട ബേബി ഏരിയാസ് അച്ഛൻ നയിക്കുന്ന വചനപ്രഘോഷണവും ഉണ്ടായിരിക്കുന്നതാണ്. 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് പ്രദക്ഷിണവും നടത്തപ്പെടും. 16-ാം തീയതി രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും അതിനെ തുടർന്ന് വൈകിട്ട് 6:30-ന് ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികവും നടത്തപ്പെടുകയാണ്. തവിഞ്ഞാൽ മുതിരേരി ചെറുപുഷ്പ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ മഹോത്സവം സമാപിച്ചു. ജനുവരി 5 മുതൽ 13 വരെയായിരുന്നു തിരുനാൾ. സമാപനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ഇന്നു നടന്ന തിരുനാൾ കുർബാനയ്ക്ക് മക്കിയാട് ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റെജി മഠത്തിൽ പറമ്പിൽ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നോടെ തിരുനാൾ സമാപിച്ചു. ദേവാലയ പരിസര പ്രദേശങ്ങളിലെ മറ്റു മതസ്ഥരുടെ ഭവനങ്ങളും ദീപങ്ങൾ തെളിയിച്ച് പ്രദക്ഷിണത്തെ വരവേറ്റു. കേരളം ഭ്രാന്താലയമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ തവിഞ്ഞാൽ മേഖലാ കമ്മിറ്റി നവോത്ഥാന സദസ്സും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. തലപ്പുഴയിൽ വെച്ചു നടന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം KR ജിതിൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം VR വിനോദ് അധ്യക്ഷനായിരുന്നു. AK റൈഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. നവോത്ഥാന സദസ്സിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLB പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കമ്പമല തോട്ടം തൊഴിലാളിയുടെ മകൾ അഡ്വക്കേറ്റ് നവജ്യോതിയെയും ആദരിച്ചു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ ഷജിത്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഈ നാടിനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആര് തന്നെ നടത്തിയാലും അതിനെയെല്ലാം പിന്തുണക്കുന്നതിനു വേണ്ടി ഈ തൊഴിലുറപ്പ് പ്രസ്ഥാനം എല്ലാ കാലത്തും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വർഗീയ പ്രചരണം നടത്തുന്ന RSSകാരും അതുപോലെ തന്നെ സംഘപരിവാറുകാരും മുസ്ലിം ലീഗുകാരുമെല്ലാം നന്നായി മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഈ കേരളത്തിനകത്ത് എല്ലാ കാലത്തും വിശ്വാസത്തെ സംരക്ഷിച്ചിട്ടുള്ളത് അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് വസ്തുത. ഈ കേരളത്തിനകത്ത് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്.
വടക്കനാട് പള്ളിവയലിൽ കാട്ടാന വിളയാട്ടത്തിന് അറുതിയാവുന്നില്ല. വ്യാപക കൃഷിനാശം. രാത്രിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന തെങ്ങുകൾ, വാഴ അടക്കമുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വടക്കനാട് പള്ളിവയൽ പ്രദേശത്ത് കാട്ടാനയുടെ വിളയാട്ടത്തിന് അറുതിയാവുന്നില്ല. സന്ധ്യ മയങ്ങിയാൽ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പള്ളിവയൽ പ്രദേശത്തെ കർഷകരായ വെള്ളക്കെട്ട് തങ്കമ്മ, ചുണ്ടാട്ട് ജയ്മോൻ, വെള്ളക്കെട്ട് വീരമണി, മാമ്പളൂർ ചന്ദ്രൻ എന്നിവരുടെ കൃഷിയിടത്തിലിറങ്ങിയ കൊമ്പൻ കായ്ഫലമുള്ള തെങ്ങ്, വാഴ, കാപ്പി, കവുങ്ങ് എന്നിവ നശിപ്പിച്ചു. രാത്രി 10 മണിയോടെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന പുലരുന്നതിന് ശേഷമാണ് കാട്ടിലേക്ക് തിരിച്ചു കയറിയത്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം കർഷകരുടെ ഭാഗത്തു നിന്ന് സജീവമായിരിക്കുകയാണ്. കൃഷിക്കാരന് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു മാർഗ്ഗം. ദിവസം വൈകുന്നേരം ആന കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. തോട്ടത്തിലാണ് വാഴ, തെങ്ങ്, കാപ്പി ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ആന. ഇതിന് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തക്കതായ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്പിറ്റൽ ഡേ ആഘോഷിച്ചു. മാനന്തവാടി നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെലിബ്രേഷൻ ORKയുടെ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ആഘോഷ പരിപാടികൾ ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്ക് മുതൽക്കൂട്ടാവുന്നതുപോലെ ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ രോഗി പരിചരണത്തിലും ജീവനക്കാരുടെ കൈമൈമറന്നുള്ള കൂട്ടായ്മ ഉണ്ടാവണമെന്നും ചടങ്ങുദ്ഘാടനം ചെയ്ത MLA ORKയോട് പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ മുഖ്യാതിഥിയായിരുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ K രാജൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് ഉദ്ഘാടനം മാനന്തവാടി ASP ഡോക്ടർ വൈഭവ് സക്സേന നിർവഹിച്ചു. ഏറ്റവും ശുഭകരവും സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2019 എന്നുള്ളതാണ് എൻ്റെ അനുമാനം, എൻ്റെ നിഗമനം. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത്, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പൊതുവെ നമുക്ക് അത് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലൊക്കെ എങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ സാധിച്ചത്. വെറുതെ തോന്നിയതായിരിക്കില്ലല്ലോ. ഏതായാലും നമ്മുടെ നാട്ടിലെ സ്നേഹവും സാഹോദര്യവും ഒക്കെ ഇതിൽ കൂടിയൊക്കെ നമുക്ക് ഊട്ടിപ്പുറപ്പിക്കാൻ വേണ്ടി സാധിക്കും. മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ നല്ല നടത്തിപ്പും നാട്ടിലെ സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വേദികൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് കൂടി സന്തോഷപൂർവ്വത്തോട് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് പ്രദേശത്ത് കടുവാശല്യം വർദ്ധിച്ചതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പുഴയോരത്ത് മേയാൻ വിട്ട പൊന്നാരം കുന്നേൽ തങ്കച്ചന്റെ പശുക്കളെ കടുവ പിടിച്ചിരുന്നു. പശുക്കളെ ആക്രമിച്ച സ്ഥലത്തു തന്നെ 2 ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. കടുവ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും പുഴയോരത്തെ മുളങ്കാടുകൾക്കുള്ളിൽ കടുവയെ ജനങ്ങൾ കണ്ടതാണ് നാട്ടുകാർ ഭീതിയിലാകാൻ കാരണം. പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ച് ശല്യക്കാരായ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടുവാശല്യം വർദ്ധിച്ചതോടെ ജനങ്ങൾക്ക് വളർത്തുമൃഗങ്ങളെ തീറ്റയ്ക്കായി പുറത്തു കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥയിലാണ്. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ മരക്കടവ് പ്രദേശത്ത് കടുവ ഇറങ്ങിയതിൻ്റെ ഭാഗമായി ജനവാസ കേന്ദ്രത്തിൽ 2 പശുക്കളെ കടുവ ഭക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളാകെ ഭീതിയിലാണ്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഈ കടുവയെ പിടിക്കുന്നതിനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിൽ ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ജനവാസ കേന്ദ്രത്തിൽ കാർഷിക വൃത്തിക്ക് ഇറങ്ങുന്നതിന് വരെ ജനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പുൽപ്പള്ളിയിൽ അനുവദിക്കുമെന്നറിയിച്ച ഫയർ സ്റ്റേഷൻ ജില്ലയിലെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നീക്കം ജനപ്രതിനിധികളുടെ അനാസ്ഥ മൂലമാണെന്ന പരാതിയുമായി നാട്ടുകാരും വ്യാപാരികളും. ജില്ലയിൽ 3 ഇടങ്ങളിലേക്ക് പുതിയതായി ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്നും ഇതിന്റെ ഭാഗമായ ഫയർ ആൻഡ് റെസ്ക്യൂ DGPA ഹേമചന്ദ്രൻ പുൽപ്പള്ളിയിൽ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ കെട്ടിടം ഉൾപ്പെടെ സന്ദർശനം നടത്തി ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പുൽപ്പള്ളിയിൽ അനുവദിക്കാമെന്നറിയിച്ച ഫയർ സ്റ്റേഷൻ അനുവദിക്കേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സർവകക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിന് വേണ്ടി അനുവദിച്ച ഫയർ സ്റ്റേഷൻ മറ്റേതോ സ്ഥലത്തേക്ക് പോവുകയാണെന്നാണ് പുതിയ അറിവുകൾ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, പുൽപ്പള്ളി മുള്ളൻകൊല്ലി പൂതാടി പഞ്ചായത്തുകളാകെ ഏകദേശം 60,000-ഓളം വീടുകൾ ഉണ്ട്. 10,3500-ഓളം വൻകിട ബിൽഡിങ്ങുകളുള്ള ഒരു ഏരിയ, അതുപോലെ തന്നെ വലിയൊരു ഏരിയ പുഴയുമുണ്ട്. നമ്മുടെ പുഴയിലൊക്കെ കണ്ടമാനം ആളുകൾ ഓരോ വർഷവും വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 8-10 പേര് അപകടത്തിൽപ്പെട്ട് അവരെ ഫയർ സ്റ്റേഷൻ നമ്മൾക്ക് ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും വന്നിട്ടാണ് രക്ഷിക്കേണ്ടി വന്നത്. അതുപോലെ ബിൽഡിംഗ് തീപിടുത്തത്തിലും കച്ചി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏരിയയൊക്കെ ആയതുകൊണ്ട്, വയൽകൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് കച്ചിക്കൊക്കെ തീപിടിച്ച് കണ്ടമാനം പേർക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഏരിയയിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ ഇവിടുന്ന് നഷ്ടപ്പെടുത്തുവാനുള്ള സ്ഥിതിയിലേക്ക് ഭരണാധികാരികൾ തിരിയുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇനി സ്പോർട്സ്.
മജസ്റ്റിക് FC പന്തിപ്പൊയിൽ സംഘടിപ്പിക്കുന്ന ആൻറ്റഡ് 19 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇ ഖാലിദ്, ലത്തീഫ്, കലന്തൻ അഷറഫ്, ഇ ഹാരിസ്, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നാളെയുടെ നല്ല കളിക്കാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോച്ചിംഗ് തുടങ്ങാനും തീരുമാനമായി. മേളയിൽ 25 ടീമുകൾ പങ്കെടുത്തു. ട്രൈബൽ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഗോത്രവർഗ യുവാക്കൾക്കായി ട്രൈബൽ ഫുട്ബോൾ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചു. മുത്തങ്ങയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 8 ടീമുകൾ മാറ്റുരച്ചു. ഫൈനലിൽ ട്രൈബൽ സിറ്റിയെ പരാജയപ്പെടുത്തി ട്രൈബൽ യൂത്ത് ചാമ്പ്യന്മാരായി. മത്സരങ്ങൾക്ക് സുനിൽ വേങ്ങൂർ, രതീഷ് കൊല്ലിക്കൽ, ബാലപ്രശാന്ത്, വിജു എന്നിവർ നേതൃത്വം നൽകി.